ദേവനന്ദ നല്ല രസമുണ്ടായിരുന്നു. താങ്ക് യു. അടിപൊളിയായിരുന്നു. താങ്ക് യു. ഓക്കെ, നമുക്ക് നമ്മുടെ ചേട്ടനും ചേച്ചിമാരെ ചോദിക്കാം. സൗഭാഗ്യ ചേച്ചി. ദേവനന്ദ ബർത്ത്ഡേ ഗേൾ അടിച്ചു പൊളിച്ചു പാടി, ഭയങ്കരനായിട്ട് പാടി, ഒത്തിരി ഇഷ്ടപ്പെട്ടു. എനിക്ക് മോളുടെ വോയിസ് കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്ന വെള്ളം പോലെ അത്രയും ഫ്ലോയിങ് ആയിട്ടാണ് പോകുന്നത്. വെള്ളമാണല്ലോ ഏറ്റവും അക്കോമഡേറ്റീവ് ആയിട്ട് തന്നെ, എന്ത് ചെറിയ പോർട്സിൽ കൂടെയും പാസ് ചെയ്യും, എന്ത് ഷേപ്പിൽ വേണമെങ്കിലും അക്കോമഡേറ്റീവ് ആണ്. അതേപോലെയാണ് ദേവനന്ദയുടെ വോയിസ്, എന്ത് സോങ്ങിനും സൂട്ടബിളാണ്. ചെറിയ ചെറിയ സ്റ്റാൻസിലൂടെ ഇങ്ങനെ അനായാസം ഇങ്ങനെ പാടിയിട്ട് വരുന്നു. അത് ഒട്ടും അതിൻ്റെ ഡിഫിക്കൽട്ടി അറിയുന്നേ ഇല്ല. ശരിക്കും ഒരു ഫ്ലോയിങ് വാട്ടർ പോലെയാണ് മോൾ ആ സംഗതിയൊക്കെ പാടുന്നത്. ഭയങ്കര രസമുണ്ട് കേൾക്കാനായിട്ട് ദേവനന്ദയുടെ സോങ്. എല്ലാ എപ്പിസോഡിലും ഇത് പറഞ്ഞ് മടുത്തു. ദേവനന്ദ ഇനി എനിക്ക് പുതിയ വാക്കുകളൊന്നും കണ്ടുപിടിക്കാനില്ല. ആസ് യൂഷ്വൽ ഉഗ്രനായിട്ട് പാടി, കിടിലായിരുന്നു. താങ്ക് യു സോ മച്ച് ചേച്ചി. അമ്മു. ദേവനന്ദ അടിപൊളിയായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ചേച്ചി പറഞ്ഞാൽ അതന്നെ എനിക്ക് പറയാനുള്ളൂ. സെയിം റിപ്പീറ്റേഷൻ, കട്ട് ആൻഡ് കോപ്പി പേസ്റ്റ് ആണ്. നല്ലൊരു ഒഴുക്കുണ്ടായിരുന്നു. ആ പാട്ടിനെ നല്ല ഒഴുക്കുള്ളൊരു പാട്ടാണ്, നല്ല താളത്തിൽ നല്ല രസമുള്ളൊരു പാട്ടാണ്. അത് അതേപോലെ തന്നെ നല്ല രസമായിട്ട് പാടി. ഓർക്കസ്ട്ര ചേട്ടന്മാർ നല്ലോണം സപ്പോർട്ട് ചെയ്തു. അത് തന്നെ കേൾക്കാൻ നല്ലൊരു സുഖം ഉണ്ടായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു. ആൻഡ് വൺസ് അഗെയിൻ എ വെരി ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു സോ മച്ച്. വിവേകേട്ടാ. വളരെ മനോഹരമായിട്ട് പാടി. ഈ സൗഭാഗ്യ പറഞ്ഞ പോലെ തന്നെ ദേവനന്ദയുടെ വോയിസ് എന്ന് പറയുന്നത് നമുക്കിപ്പം ഏത് പാട്ടെടുത്താലും ഭയങ്കര സ്യൂട്ടായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ എനിക്ക് ഈ പാട്ട് കേട്ടിപ്പം എനിക്ക് കിട്ടിയൊരു ഫീൽ നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി പോലത്തെ ഒരു ഫീലും. ഭയങ്കര നമ്മൾ കുറച്ച് ഡൗൺ ആയിരിക്കുന്ന ആൾക്കാർക്ക് മുമ്പ് ഇതേപോലെ ഒരു പാട്ട് സൗഭാഗ്യ പറഞ്ഞിട്ടുണ്ട്. ഏതോ ആ ഒരു രാഗം നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ നമ്മളൊരു എനർജറ്റിക് ആവും. നമ്മൾ ആ ഒരു ഗ്ലൂമി ആയിട്ടിരിക്കുന്നതൊക്കെ മാറി നമ്മൾ അതേപോലത്തെ ഒരു ഫീലാണ് എനിക്കിപ്പോൾ ഈ പാട്ട് കേട്ടപ്പോൾ തോന്നി. കുറച്ചൊന്നും നമ്മൾ അവിടെ ഇവിടെയും ചാടി നടക്കണം, തുള്ളി നടക്കുന്ന പോലത്തെ ഒരു ഫീലിലോട്ട് അങ്ങനെ പോകുന്ന പോലത്തെ ഒരു ഫീൽ എനിക്ക് കിട്ടി. എന്തായാലും ബർത്ത്ഡേ ആയിട്ട് സ്വീറ്റ്സ് കൊണ്ടുവന്നില്ലല്ലോ ചോദിക്കാനിരിക്കുമായിരുന്നു. ബട്ട് ഇതിനെക്കാട്ടിലും ഒരു സ്വീറ്റ് വേറെ തരാനില്ല. അത്രയും ഒരു സ്വീറ്റ് സോങ് ആയിരുന്നു. ഏറ്റവും മധുരം നിറഞ്ഞ ഒരു പാട്ടായിട്ടാണ് ഇന്ന് ബർത്ത്ഡേ ഗേൾ വന്നത്. സോ വേറെ സ്വീറ്റ്സ് ഒന്നും വേണ്ട, ഇത് തന്നെ മതി, ഈ സോങ് തന്നെ മതി. താങ്ക് യു സോ മച്ച്. അച്ഛനമ്മയ്ക്ക് എന്തെങ്കിലും ഇന്നത്തെ പാട്ട് കേട്ടിട്ട് എന്താണ് കോൺട്രിബ്യൂഷൻ പറയാനുള്ളത്? ഇത് ജാനകിയമ്മയുടെ ഒരു സിഗ്നേച്ചർ സോങ് ആണെന്ന് പറയും ഈ പാട്ട്. അവരുടെ കുറേ പാട്ടിൽ ഏറ്റവും കൂടുതൽ എക്സ്പ്രസീവായ പാട്ടുകളിൽ ഒരു പാട്ടാണ്. തീർച്ചയായിട്ടും. അപ്പോൾ മോള് അത് നന്നായി ചെയ്തിട്ടുണ്ടെന്നാണ് കരുതുന്നത്. പിന്നെ എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും സ്കൂളിൽ, അമ്മയുടെ സ്കൂള് GHSS കുട്ടിക്കാട്ടൂർ, അച്ഛൻ്റെ സ്കൂളിൽ GHSS മാവൂർ. അവർക്കൊരു ഹായ്. അമ്മയുടെ അച്ഛൻ്റെ സ്കൂളിൽ എല്ലാവർക്കും ഒരു വലിയ ഹായ്. പിന്നെ എൻ്റെ വലിയ മാമനും ആൻറ്റിയും എൻ്റെ കസിൻസും വന്നിട്ടുണ്ട്. ചേച്ചി നന്നായി പാട്ട് പാടും, ഡാൻസും കളിക്കും. ഓ അത് ശരി. ഏതാണ് നന്നായിട്ട് ചെയ്യുന്നത്? പാട്ടാണോ ഡാൻസ് ആണോ? പാട്ട് പാടും. ചേച്ചിയുടെ പേരെന്താണ്? വൈഷ്ണവി. എന്നാ 2 വരി പാടിക്കേ. പ്രണയസന്ധ്യയൊരുവൻ സൂര്യന്റെ വിരഹമറിയുന്നുവോ, വെറുതെ നെഞ്ചിലൊരുവാർ തിങ്കൾ തിരിയുമെരിയുന്നുവോ, പുലർനിലാവിൻ്റെ യമുനയിൽ ചന്ദ്രകാന്തമലിയുന്നുവോ, കനവിലായിരം കനകമേഘം കടൽ വരയ്ക്കുന്നുവോ. അതേ വോയിസ് പോലെ ഒരു സ്പെഷ്യൽ വോയിസ്. ബർത്ത്ഡേ കാര്യം അടിച്ച് പൊളിച്ച് നല്ല പാട്ടൊക്കെ പാടിയപ്പോഴത്തേക്കും ചേച്ചി ഭയങ്കര സങ്കടത്തോട് കൂടി പക്ഷെ നല്ല സോങ് ആയിരുന്നു, നന്നായിട്ട് പാടി. നല്ല വോയിസ് കേട്ടോ. താങ്ക് യു. ഇനി എന്തെങ്കിലും കലാപരമായിട്ടുണ്ടോ? നിങ്ങൾ എല്ലാ ഫാമിലി എല്ലാം ഫുൾ എനിക്ക് വയ്യ. അപ്പൊ ചേട്ടാ അവിടെ ഇരുന്നോ? എന്താ പേരെന്താ? വിഷ്ണുദേവ്. എന്നാലും 2 പേർക്ക് ഓൾ ദ ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. ദേവനന്ദ ഇതുപോലെ തന്നെ എപ്പോഴും ഞങ്ങളെ ചിയർ അപ്പ് ചെയ്യാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.